ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നഴ്സുമാരുടെയും സേവനം ഉറപ്പുവരുത്തുക. മലിനജലം ഒഴുക്കിവിടാൻ പുതിയ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുക. സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ അടിയന്തരമായി നിയമിക്കുക. വരുന്ന രോഗികളെ ആറ്റിങ്ങലിലും മറ്റും അയക്കുന്ന പ്രക്രിയ ഒഴിവാക്കി ഇവിടെ സേവനം ഉറപ്പാക്കുക. നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കുക. ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി അടിയന്തരമായി ജില്ലാ ആശുപത്രിയായി ഉയർത്തുക. കാഷ്വാലിറ്റിയിൽ മതിയായ ഡോക്ടർമാരെ നിയമിക്കുക. 24 മണിക്കൂറും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ഉറപ്പാക്കുക. മലിനജലം ഒഴുക്കിവിടാൻ പുതിയ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുക. സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ അടിയന്തരമായി നിയമിക്കുക. ആശുപത്രിയിലെത്തുന്ന രോഗികളെ ആറ്റിങ്ങലിലും മറ്റു ആശുപത്രികളിലും മാറ്റി അയക്കുന്ന പ്രക്രിയ ഒഴിവാക്കുക. നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം അവസാനിപ്പിക്കുവാൻ നടപടിയെടുക്കുക. പുതിയ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തന സജ്ജമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. SBI ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി.ജെ.പി. നോർത്ത് ജില്ലാ പ്രസിഡന്റ് രജികുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ധർമാശുപത്രിയായിട്ടുള്ള ചിറയൻകീഴ് ഇതൊരു താലൂക്ക് ആശുപത്രിയാണ്. ഈ താലൂക്ക് ആശുപത്രിയിൽ വളരെ നാളുകളായി ഇവിടെ ഡോക്ടർമാരുടെ അപര്യാപ്തതയും മാത്രമല്ല ഒരു ചുറ്റുമതിൽ പോലും ഇല്ലാത്ത തരത്തില് പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെ കാലമായി. ഒരു കാര്യം നമ്മൾ ആലോചിക്കുവാനുള്ളത്, തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആശുപത്രിയാണ് ചിറയൻകീഴ് ആശുപത്രി. ശ്രീനാരായണ ഗുരുദേവൻ പോലും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ അന്ന് വേണ്ടി വന്നിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഹോസ്പിറ്റലാണ് ചിറയൻകീഴ് ഹോസ്പിറ്റൽ എന്ന് സമീപവാസികൾക്കുൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം. ഇന്ന് ഈ ആശുപത്രിയുടെ അവസ്ഥ വളരെ ദയനീയകരമാണ് എന്ന് പറയാൻ യാതൊരു നിർവാഹമില്ല. കാര്യം ഒരു കാലഘട്ടത്തില് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന സാധാരണക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ധർമാശുപത്രിയാണ്. ഈ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മാറി മാറി ഭരിച്ചപ്പോ നമ്മുടെ ആരോഗ്യത്തിനും ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ടത്, ആരോഗ്യ മേഖല സംരക്ഷണത്തിന് ചെയ്യപ്പെടേണ്ടത്. കോട്ടയത്ത് നമുക്കറിയാം, ആ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ മരണപ്പെട്ടത് നമ്മുടെ തൊട്ട് മുമ്പോട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്, പക്ഷെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇല്ല എന്നുള്ളതാണ്. പുതിയ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ട് പോലും ആ കെട്ടിടത്തിൽ പോലും രോഗികളെ കിടത്തി ചികിത്സിക്കുവാനുള്ള സംവിധാനമില്ല. ഇവിടെ പുറത്തു നിന്നുള്ള, പ്രത്യേകിച്ച് ന്യൂ രാജസ്ഥാനെ പോലുള്ളവരുടെ ചില സേവനങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഈ ഹോസ്പിറ്റൽ, പക്ഷെ നമ്മുടെ ഈ നാടിന്റെ നമ്മുടെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കപ്പെടുവാൻ എന്തുകൊണ്ട് ഇത്രയും പിണറായി സർക്കാർ പറയുന്നു കേരളം നമ്പർ 1 എന്നാണ് പറയുന്നത്. ആ നമ്പർ 1 ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ഈ ചുറ്റും കാണുന്നത്. ഇത് കാണണം. നിങ്ങളുടെ ഈ പറഞ്ഞ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളും സംവിധാനങ്ങളും ഒക്കെ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ചികിത്സിക്കാൻ പോകണമെങ്കിൽ നേരെ അമേരിക്കയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ എപ്പോഴും നമുക്കറിയാം, തൊട്ടടുത്ത് അഞ്ചുതെങ്ങ്, ആ കടലോര മേഖലയിൽ ഉണ്ടാകുന്ന എപ്പോഴും പുഴയിലുണ്ടാകുന്ന അപകടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ അടുത്ത ഒരു ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും വരുമ്പോഴത്തേക്ക് ഡോക്ടറുടെ സേവനമില്ലാത്തൊരവസ്ഥ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ചുറ്റുമതിലില്ലാത്തത് കൊണ്ട് നായ്ക്കളുടെ ശല്യം കാരണം ഇതിനകത്ത് രോഗികൾക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. ജില്ലാ ട്രഷറർ ഗണേശൻ പിള്ള മുഖ്യ പ്രഭാഷണം നടത്തി. ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ അംഗം വക്കം അജിത്, മണ്ഡലം ജനറൽ സെക്രട്ടറി കഠിനംകുളം അനിതകുമാരി, ചിറയൻകീഴ് മണ്ഡലം പ്രസിഡന്റ് വിജീഷ്, ജനറൽ സെക്രട്ടറി അഭിജിത്ത്, ഏരിയ പ്രസിഡന്റുമാരായ റിജു, ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ആവശ്യങ്ങളടങ്ങിയ നിവേദനം ആശുപത്രി സൂപ്രണ്ടിന് സമർപ്പിച്ചു. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
Indian fashion jewelry wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.